പിന്നീട് ഒരു ആർട്ടിസ്റ്റ് സിനിമയിലേക്ക് വന്നത് ശ്രീജയാണ്. ശ്രീജ എന്ന പേരിൽ അഭിനയിച്ച ശ്രീജ എന്ന കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ അതിൽ ഈ മോണിഷയുടെ കൂട്ടുകാരികളിൽ ഒരാളായിട്ട് അഭിനയിച്ചു. പിന്നീട് ശ്രീജയും സിനിമയിലേക്ക് ശ്രദ്ധിക്കപ്പെടുകയും നിരവധി സിനിമകൾ നായികയും ഉപനായികയായിട്ടൊക്കെ ചെയ്തു വന്നു. ശ്രീജയ ഓർക്കുന്നുണ്ടോ കലാകാരിയെ? കന്മദം സിനിമ കണ്ട ഒരാളും ശ്രീജയ എന്തായാലും മറക്കില്ല. ഒരുപാട് സിനിമകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെട്ട സമയം 97, 98 ഒക്കെ സമയത്ത് സമറിമ്പത്തിലെയും കന്മദം, അയാൾ കഥ എഴുതുകയാണ്, അങ്ങനത്തെ സിനിമകളിലൊക്കെ അത്യാവശ്യം തിരക്കില്ലാത്ത വേഷങ്ങൾ ചെയ്ത കലാകാരി. കമലതളം എന്ന സിനിമയിൽ കൂടെയാണ് സിബി മലയിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നു. സിബി മലയിൽ തന്നെ അടുത്ത പടം സാഗരം സാക്ഷിയിൽ മമ്മൂട്ടിയുടെ മോളായിട്ട് വന്നതും ശ്രീജയ തന്നെയാണ്. അത് വർഷങ്ങൾക്ക് ശേഷം സമറിമ്പത്തിലെയിലും സിബി മലയിലെ കൂടെ പുള്ളിക്കാരി വർക്ക് ചെയ്തു. ചില കൊമേഴ്ഷ്യൽ സിനിമകളിൽ നായിക ഇതൊക്കെ ചെയ്യുമ്പോഴും അതിന്റെ ഇടയിൽ ഒരു സീനിൽ പോലും വന്നു പോയിട്ടുണ്ട്. വെണ്ടർ ഡാനിയൽ സ്ട്രീറ്റ് ലൈസൻസ് എന്ന സിനിമയിൽ ചെറിയൊരു വേഷത്തിലടക്കം ശ്രീജയ വന്നു പോയിട്ടുണ്ട്. ശ്രീജയുടെ എന്തൊരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡാൻസർ ആയതുകൊണ്ട് എന്ത് സീനിൽ അഭിനയിക്കുമ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം കേട്ടോ, ഒരു നോട്ടായാലും പലതരം ഡാൻസിന്റെ ഒരു സംഭവം അതിൽ കയറി വരും, നോട്ടത്തിലും ഭാവത്തിലൊക്കെ. അതില് ശ്രീജയനെ ഞാൻ കണ്ടു വണ്ടടിച്ചൊരു പടം. അതാണ് ശ്രീജയനെ കുറിച്ച് പറയുമ്പോൾ ഇതെന്തായാലും പറയാണ്ട് പോകാൻ പറ്റില്ല. ശ്രീജയ നായികയായിട്ട് 97, 98 സമയത്ത് ഒരു പടം ഇറങ്ങി, വംശം എന്ന സിനിമയിൽ മുകേഷിന്റെ പേരായിട്ടെന്ന് തോന്നുന്നു, ബൈജു കൊട്ടാരക്കരയോ അങ്ങനെ എന്തോ ഡയറക്ടർ, ഹ്യൂമറിറ്റിസ്റ്റ്. അതിൽ ശ്രീജയ ഒരു പാട്ട് സീനിൽ ഒരു രംഗത്തിൽ വന്നു ശ്രീജയ. അയ്യോ, ഞാൻ കണ്ടിട്ട് ഞാൻ വീണ്ടും എടുത്തു നോക്കി, ഇത് ശ്രീജയ തന്നെയാണോ എന്ന്. ഒരു വല്ലാത്തൊരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഈ പുള്ളിക്കാരി ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോയിട്ടോ.